നമസ്കാരം, വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം. ഭാരതീയ ജനതാ പാർട്ടിയുടെ തീപ്പൊരി നേതാവ് ഒടുവിൽ ഹനുമാന്റെ ജാതി വെളിപ്പെടുത്തി. രാജസ്ഥാൻ തിരഞ്ഞെടുപ്പ് റാലിയിൽ ദളിത് വോട്ട് ലക്ഷ്യമാക്കിയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയും ബിജെപിയുടെ ക്രൗഡ് പുള്ളറുമായ യോഗി ആദിത്യനാഥ് ഒടുവിൽ ഹനുമാനും ജാതി സർട്ടിഫിക്കറ്റ് നൽകിയത്. ഹനുമാൻ ആദിവാസി ഗോത്ര ദളിതനാണെന്നാണ് രാജസ്ഥാനിലെ ദളിത് വിഭാഗം ഏറെയുള്ള അൽവാറിൽ തിരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുത്തുകൊണ്ട് യോഗി പ്രസ്താവന നടത്തിയത്. ഹനുമാൻ വനവാസിയായ ഗോത്രദളിതനാണ്. അദ്ദേഹം ഇന്ത്യയിലെ എല്ലാ വിഭാഗങ്ങളെയും ഒന്നിപ്പിച്ചെന്നും യോഗി പറയുന്നു. ശ്രീരാമന്റെ ആഗ്രഹം പൂർത്തിയാക്കാനാണ് ഹനുമാൻ ആഗ്രഹിച്ചിരുന്നത്. അതിനാൽ ഇനി ആ ആഗ്രഹം നിറവേറ്റേണ്ടത് നമ്മുടെ കടമയാണെന്നും അദ്ദേഹം റാലിയിൽ പറഞ്ഞു. ബിജെപിയുടെ അനിഷേധ്യനായ നേതാവ് തിരഞ്ഞെടുപ്പ് റാലികളിലെ ഏറ്റവും തിരക്കേറിയ യോഗി ആദിത്യനാഥ് കോൺഗ്രസിനെയും കടന്നാക്രമിക്കാൻ മറന്നില്ല. രാമഭക്തർ കാവിക്കൊടിക്ക് വോട്ട് നൽകുമെന്നും രാവണനെ പൂജിക്കുന്നവർ കോൺഗ്രസിന് വോട്ട് നൽകുമെന്നും യോഗി പറയുന്നു. അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കണമെന്ന് ആവർത്തിക്കുന്നതായിരുന്നു യോഗിയുടെ പ്രസംഗങ്ങളെല്ലാം തന്നെ. മുഖ്യ പ്രചാരണ ആയുധവും രാമൻ തന്നെ. ബിജെപിയുടെ ഇരുതല മൂർച്ചയുള്ള വാൾ പോലെയാണ് അയോധ്യയും രാമക്ഷേത്രവും. മതവികാരത്തിലാഞ്ഞ് കുത്തി വോട്ട് നേടുന്ന തന്ത്രം വിജയിക്കുമെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. യോഗി ആദിത്യനാഥ് ഹിന്ദുത്വവാദം ഇളക്കി വിടുമ്പോൾ ബിജെപിയുടെ നരേന്ദ്രമോദി സ്വയം വികസനത്തിന്റെ മുഖമായി അവതരിക്കുകയാണ്. ഇതാദ്യമായല്ല യോഗി ഹനുമാനെ വോട്ടിനായി കൂട്ടുപിടിക്കുന്നത്. ഛത്തീസ്ഗഡിലും ഹനുമാൻ ദളിതനാണെന്ന് പറഞ്ഞു. ഹനുമാൻ രാമനെ വനവാസകാലത്ത് രാക്ഷസരെ ഇല്ലാതാക്കാൻ സഹായിച്ചു. രാമൻ ത്രേതായുഗത്തിൽ ചെയ്തതാണ് ബിജെപി രാമരാജ്യത്തിലൂടെ നേടാൻ ശ്രമിക്കുന്നതത്രേ. ന്യൂസ് ഡെസ്ക്, വൺ ഇന്ത്യ മലയാളം.